ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ചും നിത്യജീവൻ്റെ വചനത്തെക്കുറിച്ചുമുള്ള ഈശോയുടെ ക്ലാസ്സിന് ശേഷം ശിഷ്യന്മാരിൽ ഒരുപാട് പേര് ഈശോയെ വിട്ടുപോവുകയും എന്നാൽ പത്രോസിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ശിഷ്യന്മാർ, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ അനുഗമിക്കുകയും ചെയ്യുന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ രത്നം ചുരുക്കം. 6-ാം അധ്യായം 66-ാം തിരുവചനം ഇങ്ങനെയാണ്: ഇതിനുശേഷം ഒരുപാട് പേര് ഈശോയെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും ഈശോയോടൊപ്പം നടന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ആദ്യമേ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ആരുടെ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈശോ കടന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അക്കിത്തത്തിൻ്റെ ഒരു കവിത എങ്ങനെയാണ്: വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈശോ കടന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് അത്ര നല്ലതല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷം ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പരീക്ഷയ്ക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ പേപ്പറിലേക്ക് കണ്ണെത്തിച്ച് നോക്കുമ്പോൾ ആ നിമിഷം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷങ്ങളുടെ സമയത്ത്, വേറൊരു വാക്കിൽ പറഞ്ഞാൽ വലിയ ഉത്സവങ്ങളുടെ ആഘോഷ തിമിർപ്പുകളുടെ സമയത്ത് നമ്മുടെ കൂടെ ഈശോ ഉണ്ടായിരിക്കണമെന്ന് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ നമ്മുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റു വൈദികരുടെയോ അങ്ങനെ ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈശോയെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നമ്മൾ ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക? ഇത് ഫാൻസുകാരുടെ കാലമാണ്. മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, BTS ഫാൻസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻസ്, കുറച്ച് പേര് ഈശോ ഫാൻസ്. ഈശോയുടെ സമയത്തും ഇങ്ങനെ ഈശോയ്ക്ക് ഒരുപാട് ഫാൻസുകാരുണ്ടായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാരെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഫാൻസുകാരും ഫോളോവേഴ്സും. ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ട് ഈശോയുടെ ഫാൻസ് ആയവരുണ്ട്, ഈശോയുടെ വചനങ്ങൾ കേട്ട് ഈശോയുടെ ഫാനായവരുണ്ട്. അതുമല്ലെങ്കിൽ ഈശോ കടലിന് മീത് നടക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടിട്ട്, അങ്ങനെ ഈശോയുടെ വചനങ്ങളും കേട്ടും ഈശോയുടെ അത്ഭുതങ്ങളും കണ്ടും ഈശോയുടെ ഫാനായവരുണ്ട്. ഈ ഫാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഒരു ചലഞ്ച് വന്നപ്പോൾ വിട്ടുപോയവരാണ് ഈ ഫാൻസുകാർ. എന്നാൽ ഫോളോവേഴ്സ്, അവരുടെ പ്രത്യേകത ഈശോ പറയുന്നുണ്ട്: സ്വന്തം കുരിശ് വഹിക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ കുരിശുകൾ എന്താണ്? അത് നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിലെ ചില പ്രതിസന്ധികളായിരിക്കാം, ചില നഷ്ടങ്ങളായിരിക്കാം, ചില വേദനകളായിരിക്കാം, ചില ഉത്കണ്ഠകളായിരിക്കാം. ഇങ്ങനെ ജീവിതത്തിൽ ഈ വേദനകളും ഉത്കണ്ഠകളൊക്കെ വരുമ്പോൾ ഈശോയെ പിന്തുടരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചിന്ത 6-ാം അധ്യായം 68-ാം തിരുവചനമാണ്. പത്രോസ് ചോദിക്കുകയാണ്: കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല? അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഒരുപാട് സമയം പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് എൻ്റെ ജീവിതത്തിലുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തെ വായിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുക. നമ്മൾ ഒരുപാട് ബഹളങ്ങളുടെ ഇടയിലിരിക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ശബ്ദം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ കാരണം അദ്ദേഹത്തോടൊപ്പം നമ്മൾ സമയം ചിലവഴിച്ചിട്ടുള്ളത് കൊണ്ട്
അദ്ദേഹത്തിൻ്റെ ആക്സെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ദൈവവചനം വായിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ഒപ്പം സമയം ചിലവഴിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആക്സെൻറ്റ്, ദൈവത്തിൻ്റെ സംസാര ശൈലി നമുക്ക് മനസ്സിലാവും. നമ്മുടെ ചുറ്റും ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായിരിക്കാം. അത് ചില നഷ്ടങ്ങളായിരിക്കാം, വിശ്വാസത്തിലെ പ്രതിസന്ധികളായിരിക്കാം, ചില ആകുലതകളായിരിക്കാം, ഉത്കണ്ഠകളായിരിക്കാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം സമയം ചിലവഴിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആക്സെൻറ്റ്, ദൈവത്തിൻ്റെ സംസാര ശൈലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. ഒന്നാമത്തേത്, നമ്മൾ ആരെയാണ് അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈശോ കടന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ടാമത്തേത്, നമ്മൾ ഈശോയുടെ ഒരു ഫാനാണോ, ഫോളോവറാണോ? മൂന്നാമത്തേത്, വചനം വായിക്കാനായിട്ട്, ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആമേൻ.